നമ്മൾ കണ്ടത് അതിനകത്ത് കഴിഞ്ഞ ദിവസം തോമസ് ഐസക് ഈ BJPക്ക് 3 സീറ്റ് കിട്ടിയ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു കമൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BJPക്ക് 3 സീറ്റ് കിട്ടി, പക്ഷെ അവരുടെ ഓവറോൾ അവരുടെ വോട്ട് ഷെയർ കൂടിയിട്ടില്ല എന്ന് വെച്ചാൽ 14.2 നിൽക്കുകയാണ്. അവർക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19.1%, 19.24% ഉണ്ടായിരുന്നു. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 16% വോട്ട് ഷെയർ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് 14 ഉള്ളൂ. ഇതാണ് അദ്ദേഹത്തിന്റെ വാദം. ഇങ്ങനെ കണക്ക് വെച്ച് വോട്ട് ഷെയറിന്റെ കണക്ക് വെച്ച് വേണമെങ്കിൽ BJP ഇവിടെ ഒട്ടും വളർന്നിട്ടില്ല എന്ന് പറഞ്ഞ് നമുക്ക് സമാധാനിക്കാം. പക്ഷേ വസ്തുത കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ 3 സീറ്റിൽ BJP വിജയിച്ചു. അത് 9 സീറ്റിൽ അവർക്ക് 2ാം സ്ഥാനത്ത് ഉണ്ടായിരുന്നതിൽ നിന്നാണ് അവർ 3 സീറ്റിൽ വിജയിച്ചത്. വേറെ ഒരു 5 സീറ്റിൽ കൂടി അവർ 2ാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല 3ാം സ്ഥാനത്ത് എത്തിയതിൽ തന്നെ അവർക്ക് ഒരു 15 സീറ്റിൽ 30,000-നും 40,000-നും ഇടയിൽ വോട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ BJP അങ്ങനെ നമ്മൾ കരുതുന്നത് പോലെ നിസ്സാരമായൊരു 3 സീറ്റിൻ്റെ വിജയത്തിൻ്റെ കഥ മാത്രമല്ല അതിനുള്ളത്. അപ്പോൾ അത് കണക്കിലെടുക്കുമ്പോൾ ഇത് ഇലക്ടറലായിട്ടാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത്. തിരഞ്ഞെടുപ്പിലൂടെ നമ്മൾ BJPയുടെ ശക്തി ഇങ്ങനെയാണ് കാണുന്നത്. ഇനി അതിലുപരിയായിട്ട് അതാണ് ഇപ്പോൾ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ അവരുടെ പാർട്ടിസിപ്പേഷനിലേക്ക് വരെ എത്തുന്നത്. നമ്മൾ കാണുന്നത് ഈ 3 അംഗങ്ങളുള്ള BJP സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് അവർക്ക് എന്ത് കിട്ടാനാണ് എന്ന് നമ്മളൊക്കെ ചിന്തിക്കും. പക്ഷേ അതിൽ നിന്നാണ് അവർ ആരംഭിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വെസ്റ്റ് ബംഗാളിൽ, പശ്ചിമ ബംഗാളിൽ 2016 അവർക്ക് 3 സീറ്റാണ് കിട്ടിയത്. അന്ന് അവർ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തിരുന്നു. അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും അവർക്ക് 77 സീറ്റിലേക്ക് അവർ വളർന്നു. അതുകൊണ്ട് മാത്രമല്ല പറയുന്നത്, നിയമസഭയിലെ ഓരോ പ്രശ്നങ്ങളിലും അവരുടേതായിട്ടുള്ള പക്ഷം അവർ തെളിയിച്ചു കൊണ്ടിരുന്നു. അത് അവരുടെ ആശയങ്ങൾക്കുള്ള ഒരു വളർച്ചയ്ക്ക് കാര്യമായി സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും ഇനി അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് നമ്മൾ കാണണം. ഇപ്പോൾ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ അവർ 3 പേർ വോട്ട് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അടുത്ത ഓരോരോ തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ അതിനോടൊക്കെ BJP പക്ഷം എന്നൊരു പക്ഷം കൂടി അസംബ്ലിയിൽ ഉണ്ടാവാൻ പോവുകയാണ്. അപ്പോൾ അത് നമ്മൾക്ക് പുതിയൊരു അവർക്ക് അവരുടെ അവരെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൻ്റെ മറ്റൊരു രീതിയും കൂടിയായി മാറുകയാണ്. ഇത് ഞാൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു തലത്തിലാണ്. പക്ഷേ ഇതല്ലാതെ BJPയുടെ വളർച്ച നമ്മൾ മനസ്സിലാക്കേണ്ടത് കുറേ കൂടി സാമൂഹികവും സാംസ്കാരികവുമായ തലത്തിലാണ്. അത് നമ്മൾ ഒട്ടും അറിയുന്നില്ല സേഫു. അത് നമ്മൾ ഇപ്പോൾ നോക്കൂ, 14.2% പേര് മാത്രമാണ് കേരളത്തിൽ BJP ആശയങ്ങളോട് സമപ്പെട്ട് നിൽക്കുന്നത്. അല്ല, അതിൽ കൂടുതൽ പേരുണ്ട്. ഇലക്ട്രൽ രംഗത്ത് മാത്രമാണ് ഒരുപക്ഷെ ഇത് വരുന്നത്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ അവരുടെ ആ പരിപാടി മുഴുവൻ, ആ പണി മുഴുവൻ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് രഹസ്യമായോ അല്ലെങ്കിൽ വളരെ നിശബ്ദമായിട്ടോ ആണ്. ഗ്രൂപ്പുകൾ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സാമൂഹിക ഗ്രൂപ്പുകൾ, വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ പോകുന്ന കണ്ടന്റുകളിലൂടെ, അല്ലെങ്കിൽ പോട്ടെ ഈ കഴിഞ്ഞ കാലയളവിൽ ഓരോ മണ്ഡലത്തിലും ഒരു ഹിന്ദു ഏകതാ സമ്മേളനം നടന്ന കാര്യം ഇവിടെ ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടായോ? ഇല്ലല്ലോ. ഹിന്ദു ഏകതാ സമ്മേളനം ഓരോ അസംബ്ലി മണ്ഡലത്തിലും നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതെന്തിനു വേണ്ടിയുള്ളതാണ്? അതുകൂടാതെയാണ് നമ്മൾ മഹാമകം എന്ന് പറയുന്ന കേരള കുംഭമേള എന്ന് വിശേഷിപ്പിച്ച് നടന്നിട്ടുള്ള മറ്റു തരത്തിലുള്ള സംഗതികൾ. അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു വഴിക്ക് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടിത്തട്ടിൽ അതിൻ്റെ വ്യാപനം നടക്കുന്നുണ്ട്. ആരും അത് ആ നിലയ്ക്ക് കൈകാര്യം ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് നമ്മുടെ CPM-നെ പോലുള്ള പാർട്ടികൾക്കൊക്കെ എന്താണ് അവർക്ക് അവരുടെ പ്രധാനപ്പെട്ട ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് മുസ്ലിം ലീഗിനെ ആക്രമിക്കാനും പറ്റും. ഇപ്പോൾ അതാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ന്യൂനപക്ഷ വർഗീയത എന്ന് പറഞ്ഞ് മുസ്ലിം ലീഗിനെയൊക്കെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള ഒരു കലാപരിപാടിയിലാണ് അവിടെ നിൽക്കുന്നത്. BJP അതിൻ്റെതായിട്ടുള്ള നിലയിൽ ഇവിടെ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കിയേ മതിയാവും. ശരി.